മോണ്ടിസോറി മമ്മ ചലഞ്ചസ് ഇസ് നോട്ട് ഓൾവേസ് അബൌട്ട് സ്റ്റഡി വ്ലോഗ്. പക്ഷേ അതിൽ പഠനത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്നതും അകറ്റുന്നതുമായിട്ടുള്ള എല്ലാം ഉണ്ട്. ഇന്നലെ വീഡിയോ ഇടാഞ്ഞതിലും അത്ര ഒരു ചലഞ്ചിൻ്റെ കഥയുണ്ട്. ഇത് ഡേ 5 വീഡിയോ ആണ്. ഇത് എഡിറ്റ് ചെയ്തിട്ടുമില്ല, ഡേ 6 ഞാൻ ഷൂട്ടും ചെയ്തിട്ടില്ല. ബിക്കോസ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനോട് പോലും വിരക്തി തോന്നുന്ന ദിവസങ്ങൾ ഒരു മദർഹുഡ് ജേർണിയിൽ സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം സമുദ്രയുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പകല് സമുദ്രം ഉണർന്നിരിക്കുമ്പോൾ ഒക്കെ ഞാൻ എൻ്റെ മാക്സിമം ടൈം അവൾക്ക് തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കരയുമ്പോൾ മാത്രമല്ല കേട്ടോ, ചുമ്മാ ഉണർന്ന് കിടന്നാലും ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് എനിക്ക് അവൾ വേറൊരു കുഞ്ഞല്ല, ഒരു ഇൻഡിവിജ്വലായിട്ടാണ് ഞാൻ അവളെ കാണുന്നത്. ഒറ്റയ്ക്ക് കിടന്ന് അവൾ ബോറടിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബോറടി ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ അവൾക്ക് ബോറടിക്കുന്ന എനിക്ക് തോന്നുമ്പോൾ ഒക്കെ ഞാൻ അവൾക്ക് കമ്പനി കൊടുക്കാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ മൈൻഡ് ഓക്കെ അല്ലാതാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പതിവ് ബുക്ക് എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ടിരുന്നു. സമുദ്രം ഈ സമയത്ത് ദേവു കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയേക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വായിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഈ ബുക്ക് കുറച്ചധികം ചാപ്റ്റേഴ്സ് ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. എന്നെ അത്രത്തോളം കണക്ട് ചെയ്യാനായിട്ട് ഈ ബുക്ക് സഹായിക്കുന്നുമുണ്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വായിക്കുക. ഇത് പ്രൊമോഷനൊന്നുമല്ല. നൂറിൻ്റെ വെളിച്ചം, റിയ ഫാത്തിമയുടെ നൂറിൻ്റെ വെളിച്ചം എന്ന് പറയുന്ന ബുക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പ് പറയുന്ന കഥകൾ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെവിടെയെങ്കിലുമൊക്കെ നമ്മുടെ കഥകൾ അല്ലെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ബുക്കും എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. എവിടേക്കോ മനുഷ്യബന്ധങ്ങളെ പറ്റിയിട്ട് ഇത് സംസാരിക്കുന്നുണ്ട്. ഇനി അടുത്തതൊരു വീഡിയോ റെക്കോർഡിംഗ് ആണ്, അതിൻ്റെ എഡിറ്റിംഗ് പാർട്ടാണ്. പക്ഷേ അതിന് സമുദ്രം സഹകരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോ ആണ് ഞാൻ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഫൈനൽ ഔട്ട് അന്ന് തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ, ബിക്കോസ് സമുദ്രം സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക് ഫോർ മീ റൈറ്റ് നൗ. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നേരം അവൾ ഉറങ്ങുമായിരുന്നു. പക്ഷേ എൻ്റെ ഇടയ്ക്ക് വെച്ച് അവൾ ഉണർന്നു. പിന്നെ ഞാൻ അബിയുടെ കൊണ്ട് കൊടുത്ത് അങ്ങനെ അബിയുടെ വർക്കൊക്കെ മാറ്റി വെച്ച് കുറച്ച് നേരം അവളെ പിടിച്ചുകൊണ്ടിരുന്ന ഗ്യാപ്പിലാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ക്യാപ്ഷൻ എഴുതി അതേപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒരേ സമയം അപ്ലോഡ് ചെയ്ത് അങ്ങനെ എൻ്റെ ആ ഒരു അന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. സോ എല്ലാ അമ്മമാർക്കും ഇങ്ങനെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതുപോലെ പല പല ചലഞ്ചസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് സമുദ്രം കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു പൂച്ചയുറക്കം മാത്രമായിരുന്നു. നമ്മൾ പൂച്ചയുറക്കം എന്ന് പറയില്ലേ, കുറച്ച് നേരം മാത്രം ഉറങ്ങുന്നതിനെ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് അവൾ ഉറങ്ങിയിട്ടേ ഇല്ല. നമ്മൾ കയ്യിലിരിക്കുമ്പോൾ ഉറങ്ങും, താഴത്ത് കിടത്തുമ്പോഴത്തേക്കും ഉണരും, എന്നിട്ട് ബഹളം വെക്കും. അന്നത്തെ ദിവസം രാത്രി ആ വീട്ടിൽ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നടക്കുന്നത് വാവിൻ്റെ തലേ ദിവസം ആയിരുന്നതുകൊണ്ട് പിറ്റേ ദിവസം ആർക്കും പോകണ്ടാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു. ഇപ്പം വെളുപ്പിനെ 3 മണിയാണ് സമയം. ദേവു, ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ അമ്മ, അബി എല്ലാവരും മാറി മാറി ഷിഫ്റ്റായിട്ട് സമുദ്രം എടുത്തോളം നടക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ട് ഒന്നും തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഉറക്കക്ഷീണം കാരണമാണ് ഡേ 6 എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ പോയത്. പക്ഷേ ഹോപ്പ് ഈസ് ഓൾവേസ് ദെയർ. അപ്പോൾ ബൈ.